سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذنا الله وإياكم من النار. ഏറെ സ്നേഹം വിശ്വാസികൾ മലിക്കുൽ ജബ്ബാറും മുതകബ്ബിറുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് നമ്മൾ ഒറ്റപ്പെടുന്ന രഹസ്യ ജീവിതത്തിൽ സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു, എനിക്ക് ചില സമുദായങ്ങളെ കാണിക്കപ്പെട്ടു, പരലോകത്ത് വരാനിരിക്കുന്ന ചില സമുദായങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു വിഭാഗം അവരെ നബി കാണുന്നത് ഒരു പ്രവാചകൻ അല്ലെങ്കിൽ രണ്ട് പ്രവാചകൻ, അദ്ദേഹത്തിന്റെ കൂടെ ചെറിയൊരു സംഘം, 3 മുതൽ 9 വരെ ഉള്ള ഒരു ചെറിയ സംഘം. പരലോകത്ത് ഓരോ സമുദായവും വരുന്നത് അവരിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാരുമായിട്ടാണ്. അഥവാ ഓരോ സമുദായത്തിലും അത് ഇന്ന സമുദായമാണെന്ന് തിരിച്ചറിയുന്നത് ആ സമുദായത്തിന്റെ മുൻപിൽ ആ പ്രവാചകനെയും ചോദ്യം ചെയ്യും, ആ സമുദായത്തെയും ചോദ്യം ചെയ്യും. ഏതൊരു സമുദായത്തിലേക്ക് ഏതൊരു വ്യക്തി നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ ആ പ്രവാചകൻ അല്ലാഹു ചോദ്യം ചെയ്യും. അതേപോലെ തന്നെ ആ സമുദായത്തെയും അല്ലാഹു ചോദ്യം ചെയ്യും. അങ്ങനെയുള്ള സമുദായങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ടു. വേറൊരു സംഘത്തെ നബി അതാ കാണുന്നു. വന്നബിയു ലൈസ മഅഹു അഹദുൻ, ആ നബിയുടെ കൂടെ ആരുമില്ല, ആ നബി മാത്രമേ ഉള്ളൂ. മുൻകാലത്ത് എത്രയോ പ്രവാചകന്മാരെ അവരുടെ പ്രബോധനത്തെ നിഷേധിച്ച് തള്ളിയ സംഭവങ്ങൾ നമുക്ക് കാണാം. ഈ നബിയെ കുറിച്ച് റസൂൽ പറയണ എങ്ങനെയാണ്? ഒരു നബി, അദ്ദേഹത്തിന്റെ കൂടെ ആരുമില്ല, അദ്ദേഹം ഒറ്റയ്ക്ക് നിൽക്കണം അവിടെ. ആ സമുദായം സ്വീകരിച്ചില്ല അദ്ദേഹത്തിന്റെ പ്രബോധനം. അതാ വലിയൊരു ജനാവലി നബി പിന്നെ കാണുന്നു. ആകാശ ചക്രവാളം മുട്ടി നിൽക്കുന്ന വലിയൊരു ജനാവലി. ഇത് കണ്ടപ്പോൾ നബി ചോദിച്ചു, ഇതാരാണ്? ഇത് ഏത് സമുദായമാണ്? ഇത് എന്റെ സമുദായമാണോ? ആ വലിപ്പം കണ്ടപ്പോൾ നബി ചോദിച്ചതാണ്. നബിയോട് പറയപ്പെട്ടു, അല്ല, ഹാദാ മൂസ വ ഖൗമഹു, ഇത് മൂസ നബിയും അദ്ദേഹത്തിന്റെ ജനവിഭാഗവുമാണ്. ഹാദാ മൂസ വ ഖൗമഹു, മൂസയും അദ്ദേഹത്തിന്റെ ജനവിഭാഗവുമാണ്. എന്നിട്ട് നബിയോട് പറയപ്പെട്ടു, നബിയെ, ആ ചക്രവാളത്തിലേക്ക് താങ്കൾ നോക്കുക. അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ വലിയൊരു ജനാവലി ആകാശം മുട്ടി നിൽക്കണം. വീണ്ടും നബിയോട് പറയപ്പെടും, നബിയെ, ഈ ഭാഗത്തേക്ക് നോക്കുക, അവിടെയും വലിയൊരു ജനാവലിയാണ് നബി കാണുന്നത്. എന്നിട്ട് നബിയോട് പറയപ്പെട്ടു, നബിയെ, ഇതാണ് താങ്കളുടെ ഉമ്മത്ത്.
ഇതാണ് താങ്കളുടെ ഉമ്മത്ത്. വയദ്ഖുലുൽ ജന്നത മിൻ ഹൗലാഇ 70000 ബിഗൈരി ഹിസാബിൻ. ഇവർക്ക് പുറമെ 70,000 ആളുകൾ വേറെയുമുണ്ട്. അവരുടെ പ്രത്യേകത എന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് പറയാൻ പോകും. വലിയൊരു ജനാവലി കാണിച്ചു, അത് ഈ സമുദായമാണ്, എല്ലാവരും നമ്മളുണ്ടായിരുന്നു. അതല്ലാതെ 70,000 ആളുകൾ, ഉറങ്ങരുത് കേട്ടോ, നല്ല ശ്രദ്ധിക്കേണ്ട വിഷയം. ഇതിന് പുറമെ 70,000 ആളുകൾ വേറെ. അവരുടെ പ്രത്യേകത, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ. അവർക്ക് ശിക്ഷയില്ല, വിചാരണയില്ല. ഇത് കേട്ടപ്പോ സഹാബികൾ അത്ഭുതപ്പെട്ടു. ആരാണ് മഹാന്മാര്? ശിക്ഷയില്ല, വിചാരണയില്ല. ശിക്ഷയുടെ കാര്യം നമുക്ക് വേണമെങ്കിൽ മാറ്റിവെക്കാം, കാരണം ശിക്ഷയില്ലാതെ ഒരുപാട് ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. പക്ഷെ ഹിസാബ് പോലില്ല എന്നാണ്. അവരെ ചോദ്യം ചെയ്യുകയാണ് അല്ലാഹു, നേരെ സ്വർഗത്തിലേക്ക് വിടുക. ആരാണ് നബി എന്ന് ചോദിച്ചു. പക്ഷെ നബി ഒന്നും മിണ്ടിയില്ല. നബി നേരെ വീട്ടിലേക്ക് കയറിപ്പോയി. നമുക്കറിയാം നബിയുടെ വീടും പള്ളിയും അടുത്തടുത്താണ്. നബി വീട്ടിലേക്ക് കയറിപ്പോയി. അവിടെ ചർച്ചയായി ആരാണത്. ചില സഹാബികൾ പറഞ്ഞു, ഹുമുല്ലദീന സ്വഹിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സഹവസിച്ച സഹാബികളാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു. അഭിപ്രായം പറയണോ? അപ്പൊ ചില സഹാബികൾ പറഞ്ഞു, അതൊന്നല്ല. ഹുമുല്ലദീന ഉലിദു ഫിൽ ഇസ്ലാം വലം യുശ്രികൂ ബില്ലാഹി. അവര് ജനിച്ചത് തന്നെ ഇസ്ലാമിലെ മുസ്ലിം ആയിക്കൊണ്ടാണ്, ബോൺ മുസ്ലിം ആയിക്കൊണ്ടാണ് അവര് ദുനിയാവിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ശിർക്കൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആളെ കുറിച്ച് നബി ഇത് പറഞ്ഞത്. അങ്ങനെ പല സഹാബികളും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ നബി വീണ്ടും കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല സഹാബ, എന്താ തർക്കം, എന്താ പ്രശ്നങ്ങളുടെ ഇടയിൽ? നബിയെ, താങ്കൾ പറഞ്ഞത് 70,000 ആളുകൾ സ്വർഗത്തിലേക്ക് ഒരു അദാബും ഒരു ശിക്ഷയും ഒരു ഹിസാബും ഇല്ല പ്രവേശിക്കുന്ന. ആരാണത്? താങ്കൾ മറുപടി പറയാതെ പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുമുല്ലദീന ലാ യസ്തർഖൂന, ഒന്ന്, വലാ യതതയ്യറൂന, രണ്ട്, വലാ യക്തഊന, മൂന്ന് ക്വാളിറ്റി ഉള്ള ആളുകളാണ് അവർ. എന്താണ്? ഒന്ന്, ലാ യസ്തർഖൂൻ, അവരെ ഇസ്തിർഖാഖ് നടത്താത്തവരാണ് എന്ന് പറഞ്ഞാൽ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. മന്ത്രിക്കാത്തവരെന്നല്ല, മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ് മറ്റൊരാളോട്. അപ്പൊ മന്ത്രം എന്നുള്ളത് ഇസ്ലാമിലുണ്ട്. അതിനെ സാധാരണ പറയാ അർറുഖിയ്യത്തു അശ്ശറഇയ്യ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദീനിൽ സ്ഥിരപ്പെട്ട മന്ത്രങ്ങൾ, അതാണ് അർത്ഥം. നമ്മൾ കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കും, അത് വേറെ എന്തൊക്കെ സംഭവം. ഒന്നുമല്ല, വളരെ സിമ്പിൾ ആണത്. ഇസ്ലാമിൽ ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട മന്ത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യം. എല്ലാ ദിവസവും, എന്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും എല്ലാ ദിവസവും രാത്രി ഇത് ചെയ്തിട്ടാണ് ഉണ്ടാവും. ഈ മന്ത്രം നമ്മള് രാത്രി കിടക്കുന്നതിന് മുൻപ് ഓതു കൊടുക്കും. സൂറത്ത് ഇഖ്ലാസ്, ഫലക്ക്, നാസ്, ആയത്തുൽ കുർസി ഓതി നമ്മള് കയ്യിലൂതി ദേഹത്തെ തടവും. ഇതാണ് റുഖിയ്യത്തു ശർഇയ്യ. ശർഇ നമ്മുടെ ദീനിൽ നമുക്ക് അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള മന്ത്രം. ഇതുപോലെ കുറച്ച് മന്ത്രങ്ങൾ വേറെ ഉണ്ട്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ മന്ത്രം. അപ്പൊ ഇസ്ലാമിൽ മന്ത്രമുണ്ട്, പക്ഷെ എന്തില്ല? മന്ത്രവാദമില്ല. ഇതിപ്പോ ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്ന, ഇസ്ലാമിനെ അധിക്ഷേപിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? ഈ മന്ത്രത്തെ പിടിച്ചുകൊണ്ട് അതിന്റെ പുറമറയിൽ മന്ത്രവാദം നടത്തും. എന്നിട്ട് പറയുന്ന അതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്, ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇസ്ലാമിനെ കരിവാരിത്തേക്കാണ്. അങ്ങനല്ല. അപ്പൊ നമ്മൾ വേർതിരിച്ചു പഠിക്കുന്നത് എന്താണ് മന്ത്രം, എന്താണ് മന്ത്രവാദം. മന്ത്രമാണ് ഇസ്ലാം പഠിപ്പിച്ചിരുന്നത്. വളരെ വളരെ ലളിതമായി തന്നെ നമുക്ക് അതിനെ വിശദീകരിക്കാം. യഥാർത്ഥത്തിൽ മന്ത്രം എന്നുള്ളത് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഉള്ള ഒരു വിഷയമാണ്. മന്ത്രിക്കുക എന്നുള്ളത് ഖുർആനോദി, അന്ന് പിന്നെ ഖുർആനില്ല, വേറെ എന്തെങ്കിലും കാര്യം ഉരുവിട്ട് അവരെ ദേഹത്ത് തടവുന്നവരോട് ജാഹിലിയത്തിൽ തന്നെ ഉണ്ട്. മഹാനായ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബിയുടെ അടുക്കൽ വന്നിട്ട് പറയും, നബിയെ, കുന്നാ നർഖീ ഫിൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയത്തിൽ തന്നെ നബിയെ ഞങ്ങൾ മന്ത്രിക്കാറുണ്ടായിരുന്നു. നബിയോട് വീണ്ടും പറയണേ, നബിയെ യാ റസൂലല്ലാഹ് കൈഫ തറാ ഫീ ദാലിക,
ഈ മന്ത്രത്തിന്റെ കാര്യത്തിൽ താങ്കൾക്ക് എന്താണ് നബി പറയാനുള്ളത്? അങ്ങനെ മന്ത്രം പാടുണ്ടോ ഇല്ലയോ? ഞങ്ങൾ ഇപ്പൊ ഈ അടുത്ത ഇസ്ലാമിലേക്ക് വന്നത്, അപ്പൊ ജാഹിലിയത്തിൽ ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു, ഇത് ഇസ്ലാമാണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅ്രിദു അലയ്യ റുഖാക്കും, നിങ്ങളുടെ ആ മന്ത്രം അതൊന്ന് കാണിച്ചു തരും, ഞാൻ നോക്കട്ടെ അതിൽ ശിർക്ക് ഉണ്ടായില്ല എന്നുള്ളത്, ഞാനത് നോക്കട്ടെ. റസൂൽ വീണ്ടും പറയും, ലാ ബഅസ ബിറുഖാ മാ ലം യകുൻ ഫീഹി ശിർകുൻ, റുഖിയ അഥവാ മന്ത്രത്തിന് യാതൊരു കുഴപ്പവുമില്ല ശിർക്കാകുന്ന കാലത്തോളം. അതിന്റെ അർത്ഥം ശിർക്കായി കഴിഞ്ഞാൽ പിന്നെ മന്ത്രം അത് പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ ജാഹിലിയത്തിൽ തന്നെ അവർ സ്വീകരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു മന്ത്രിക്കുക എന്നുള്ളത്. പക്ഷെ ഈ മന്ത്രം എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ വിചാരം എന്തും മന്ത്രിക്കാം അല്ലെങ്കിൽ എന്തും ഉരുവിടാം, അങ്ങനല്ല. അതിനും കൃത്യമായി ഇസ്ലാം വരച്ചു കാണിച്ചിരുന്നത്. നമ്മളത് പഠിക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മന്ത്രവാദത്തിലേക്കും പച്ച ശിർക്കിലേക്കും ഖുറാഫാത്തിലേക്കും നമ്മൾ പോകാനുള്ള കാരണം അതാണ്. ഈ ഇസ്ലാമിലെ മന്ത്രം അത് പഠിച്ചിട്ടില്ല. പഠിക്കാത്തത് കൊണ്ട് തന്നെ ആളുകളെ നല്ലോണം മുസ്ലിയാക്കന്മാർ ചൂഷണം ചെയ്യുന്നുണ്ട്. നമ്മളത് പലപ്പോഴും മനസ്സിലാക്കല്ല. ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്നത് ദീനിന്റെ വിഷയത്തിൽ അറിവില്ലായ്മ വരുമ്പോഴും. ഇപ്പൊ ദുനിയാവിന്റെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ദുനിയാവിന്റെ കാര്യത്തിൽ ഒരാള് നമ്മളോട് പറയണേ 2+2 4 ഒരു 5 നമ്മൾ വിശ്വസിക്കുമെന്ന്. അതെന്താ വിശ്വസിക്കാത്ത? നമുക്കറിയാം, കൃത്യമായ അറിവ് നമുക്ക് ആ വിഷയത്തിൽ 2 കൂട്ടിയ 4 കിട്ടുള്ളൂ. പക്ഷെ ദീനിന്റെ വിഷയത്തിൽ പലപ്പോഴും എന്താണെന്ന് വെച്ചാല് എന്തും പറഞ്ഞാലും നമ്മൾ വെട്ടി വീഴുകയാണ്. ഒന്നും നോക്കില്ല. ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വിഭാഗം ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു ശൈഖ് പറഞ്ഞ്, അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ഡിതൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യം ചെയ്യുന്നുണ്ട്, അതൊന്നും ഇവിടെ ദീനിൽ തെളിവ്. ഒരു രാജ്യം ചെയ്യുന്നു എന്നുള്ള ദീനിൽ തെളിവല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്യുന്നുള്ള ദീനിൽ തെളിവ്. തെളിവെന്നുള്ളത് അല്ലാഹ് എന്ന് പറഞ്ഞു, റസൂൽ എന്ന് പറഞ്ഞു. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് റസൂൽ തന്നെ ഖബർ ചൂണ്ടിക്കണ്ട് അദ്ദേഹം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ, അദ്ദേഹം പറയാണ്, നമ്മളുടെ കൂട്ടത്തിൽ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ, റസൂലിന്റെ ഖബറിലെ ചൂണ്ടിക്കാണിച്ച് ഇമാം മാലിക് പറയുന്നത്, നമ്മുടെ കൂട്ടത്തിൽ തള്ളപ്പെടേണ്ടവനും തള്ളേണ്ടവനുമായി ഒരാളും തന്നെ ഇല്ല. ആ ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യനൊഴിക്കും. അതാരാ? റസൂലാണ്. അപ്പൊ റസൂലിന്റെ വാക്കല്ലാത്ത ഏത് വലിയ പണ്ഡിതനാണെങ്കിലും, ഏത് വലിയ ഷെയ്ഖാണെങ്കിലും, ഏത് വലിയ ഇമാമാണെങ്കിലും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. റസൂൽ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ വിപരീതമായി പറഞ്ഞ ഇതാണ് ഇസ്ലാമിന്റെ പ്രമാണത. അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യം ചെയ്യുന്നു, ഒരു സഹാബി പറഞ്ഞാൽ പോലും അത് തെളിവാകുന്നപ്പോഴാണ്. അത് റസൂലിന്റെ ഹദീസ് അല്ലെങ്കിൽ ഖുർആനിന്റെ ആയത്തോടെ പറയുമ്പോഴാണ്. അല്ലെങ്കിൽ ഒരു സഹാബി പറഞ്ഞു എന്ന് പറയുന്നത് നമുക്ക് ദീനിന്റെ തെളിവല്ല. ഇത് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമാണത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അഫ്ളലു ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയിഹാ, നബി കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നമ്മൾ സ്വീകരിക്കൂല. എങ്ങനെയാണെങ്കിൽ തെളിവില്ലാതെ. പക്ഷെ അവർ പറയില്ല കേട്ടോ, അങ്ങനെ തെളിവില്ലാതെ. അള്ളാഹനെ അങ്ങനെ പേടിച്ച് ജീവിച്ച ആളുകളാണ്. അപ്പൊ ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖൗല് പോലും സംസാരം പോലും നമ്മൾ സ്വീകരിക്കുന്നപ്പോഴാണ് തെളിവുണ്ടോ നമ്മൾ സ്വീകരിക്കും. അപ്പോ എന്താണ് ഇസ്ലാമിലെ മന്ത്രം, എന്താണ് ഇസ്ലാം പഠിപ്പിക്കാത്ത മന്ത്രം? അതിന് 3 നിബന്ധനകളാണ് പണ്ഡിതന്മാരുടെ വിഷയത്തിൽ പറയുന്നത്. ഒന്ന്, മന്ത്രം നടത്തുമ്പോൾ, അതോ മന്ത്രം നടത്താന്ന് പറഞ്ഞാല് ഇന്നിപ്പോ കാണുന്ന മന്ത്രവാദമല്ല പറഞ്ഞത്. മന്ത്രം എന്നുള്ള ആ കാര്യം നമ്മൾ ഉരുവിടുമ്പോൾ ഒന്നെങ്കിൽ ഖുർആനായിരിക്കണം, ഖുർആന്റെ വചനങ്ങളായിരിക്കണം. 2, അള്ളാന്റെ നാമങ്ങൾ കൊണ്ടായിരിക്കണം. 3, അള്ളാന്റെ സിഫാത്തുകൾ കൊണ്ടായിരിക്കണം. അഥവാ അള്ളാഹു അവന് ഉണ്ട് എന്ന് പറഞ്ഞ വിശേഷണങ്ങൾ കൊണ്ടായിരിക്കണം. ഈ 3 കൊണ്ടല്ലാത്ത ആരെങ്കിലും മന്ത്രം നടത്തുന്നുണ്ടെങ്കിൽ അവൻ മുശ്രിക്കാണ്, അവൻ നരകത്തിൽ നിത്യവാസിയായിരിക്കും. റസൂൽ പറഞ്ഞതാണ്, റുഖിയ പ്രശ്നമില്ല, മന്ത്രം നടത്താം. പക്ഷേ ശിർക്ക് വരാത്ത കാലത്തോളം അതൊക്കെ മന്ത്രമാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു എന്താണ്? അതാണ് മന്ത്രം. 2ാമത്തെ കാര്യം, പറയുന്ന കാര്യം അറബി ഭാഷയിലായിരിക്കണം. അഥവാ ഖുർആൻ അറബി ഭാഷയിൽ നമുക്കറിയാം, അത് ഖുർആനായിരിക്കണം എന്നാണ് അർത്ഥം. ഇനി പറയുന്ന കാര്യം അറബി അല്ലാത്ത ഭാഷയാണെങ്കിൽ ആളുകൾക്ക് തിരിയുന്ന ഭാഷയായിരിക്കണം. തിരിയാത്ത ഭാഷ പറ്റൂല. കാരണം എന്താണ്? തിരിയാത്ത ഭാഷയിൽ ശിർക്കുണ്ടതിലേക്ക് അത് പറ്റൂല. അപ്പൊ തിരിയണ ഭാഷയിലായിരിക്കണം. 3ാമത്തെ നിബന്ധന, അടിവരയിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഇന്ന് അധികം ആളുകൾ മന്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മന്ത്രവാദത്തിലേക്ക് പോകാനുള്ള ഒരു
വിചാരിക്കാത്തതാണ്. ഈ മന്ത്രം കൊണ്ടാണ് എന്റെ രോഗം മാറിയത് എന്ന് വിശ്വസിക്കാൻ പാടില്ല. ഞാനിത് പാരായണം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇത് ഓതി ദേഹം തടവിയത് കൊണ്ടാണ് എന്റെ അസുഖം മാറിയത്, വിശ്വസിക്കാൻ പാടില്ല എന്നാണ്. ഈ സൂറത്തിന് സ്വന്തമായി കഴിവുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഞാൻ ചെയ്യുന്ന കാര്യം അതിന് സ്വന്തമായി കഴിവുണ്ട്, അത് കൊണ്ടാണ് എന്റെ അസുഖം മാറിയത് എന്ന് പറയാൻ പാടില്ല. അള്ളാന്റെ ദാത്ത് കൊണ്ട്, അഥവാ അള്ളാഹു ആണ് എനിക്കത് ശിഫ തന്നത്, എനിക്ക് ശമനം എന്നാണ് വിശ്വസിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും കരുതാത്തത് കൊണ്ട്, ഈ നെയ്യത്തില്ലാത്തത് കൊണ്ടാണ് ശിർക്കിലേക്ക് പോകാനുള്ള കാരണം. അപ്പൊ ഈ 3 നിബന്ധനകൾ നമ്മൾ പാലിക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട വിഷയമാണ് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട മന്ത്രങ്ങൾ മാത്രമേ പറ്റുള്ളൂ, അതല്ലാത്തതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഞാനത് പ്രത്യേകിച്ച് പറയാൻ കാരണം, ഈ അടുത്തൊരു പണ്ഡിതൻ പ്രസംഗിച്ചോ പറഞ്ഞ്, പിന്നെ മന്ത്രം എന്നുള്ളത് അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമല്ല, തജ്രിബത്തിലൂടെ നമുക്ക് പിന്നെ വന്നതും പറ്റുന്ന. തജ്രിബത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് അനുഭവത്തിലൂടെ വന്നു, നമുക്ക് ചെയ്തൊരു പരിചയമുണ്ട്. അപ്പൊ ഇന്ന സൂറത്ത് ഓതി കഴിഞ്ഞാൽ ഇന്ന അസുഖം മാറും എന്നുള്ളൊരു അനുഭവം നമുക്കുണ്ട്. അതുകൊണ്ട് ഇന്ന സൂറത്ത് ഓതിയാൽ വന്നിട്ട് ഇന്ന രോഗം വന്നു, അങ്ങനൊരു ഏർപ്പാട് പറ്റൂല. അത് പറ്റൂല. ഇന്ന അസുഖങ്ങൾക്ക് ഇന്ന സൂറത്ത് ഓതണമെന്ന് ആര് പറയണം? അള്ളാഹ് പറയണം, അല്ലെങ്കിൽ റസൂൽ പറയണം. അല്ലാതെ എന്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അത് പറ്റൂല. നിങ്ങൾ കണ്ടിട്ട് മനസ്സിൽ എന്നുള്ള ചെറിയൊരു ബുക്ക് ഉണ്ട്, ഓരോ പതിപ്പും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും, മാസത്തിലാണ് തോന്നുന്നത്. അതില് മൂലക്കുരു മാറാൻ ഇന്ന സൂറത്ത് ഓതാം, സുബ്ഹാനല്ലാഹ്. എലി ശല്യം മാറാൻ ഇന്ന സൂറത്ത് ഇന്ന സമയത്ത് ഇന്ന നിസ്കാരത്തിന് ശേഷം ഓതാം. പല്ല് ശല്യം മാറാൻ ഇന്ന സൂറത്ത് ഓതാം. ആരെ പഠിപ്പിച്ചു കൊടുത്താൽ? മൂപ്പരയിൽ മറുപടി പറഞ്ഞാലോ, അത് അനുഭവത്തിലൂടെ എനിക്ക് കിട്ടിയതാണ്. അഥവാ അങ്ങനെ ആളുകൾ ചെയ്തിട്ട് രോഗം മാറിയിട്ടുണ്ട്. രോഗം മാറും, ഇബ്ലീസ് പല നിലക്കും കളിക്കും. രോഗം മാറും, സംശയം വേണ്ട. ആ രോഗം മാറി തെളിവല്ല ഇസ്ലാമിന്റെ തെളിവല്ല. അത് റസൂല് പറയണം, ഇന്ന രോഗത്തിന് ഇന്ന സൂറത്ത് ഓതിയാൽ രോഗം മാറും, റസൂല് പറഞ്ഞ് നമുക്ക് സ്വീകരിക്കാം. അല്ലാതെ അവനവന്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഒന്നും ഇതിന്റെ തെളിവല്ല. പിന്നെ ന്യായീകരിച്ച് പറയണത് എന്താ? ഖുർആനിൽ ഓതുന്ന സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാണ്. അതെ, ഖുർആൻ തന്നെയാണ് ഓതുന്നത്, ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. നമ്മള് ഗുളിക കഴിക്കണ പോലെയല്ല, സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. പക്ഷെ അവിടെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും പരലോകത്ത്. എന്തേ? അള്ളാന്റെ റസൂൽ ഇത് പഠിപ്പിച്ചത് നിനക്കാണ് ഈ സൂറത്ത് ഇന്ന സമയത്ത് ഇത്ര തവണ നീ ഓതുന്നത്. അത് ഇല്ലല്ല, അത് നിനക്ക് അവിടെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും പരലോകത്ത്. ഇവിടുത്തെ കഴിച്ചിലായി പോകാം. അപ്പൊ ഖുർആനാണ് നമുക്ക് ഏത് സൂറത്തും ഓതാം, ഏത് ആയത്തും ഓതാം. എന്ത് അസുഖത്തിൽ നമുക്ക് അത് ഓതാം, കയ്യിൽ ഊതാം, ദേഹത്ത് തടവാം, അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഇന്ന സൂറത്ത് ഇന്ന ആയത്ത് ഇന്ന രോഗത്തിന് എന്ന് പറഞ്ഞ് ദേഹത്ത് തടവാൻ പറ്റൂല. അതിന് തെളിവ് വേണം. അത് എന്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെ തെളിഞ്ഞു എന്നൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റൂല. അപ്പൊ തജ്രീബത്ത് തെളിവല്ല. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം തജ്രീബത്തിനല്ല, തെളിവല്ല. തെളിവ് എന്നുള്ളത് ഖുർആനിൽ എന്തുണ്ട്, ഹദീസിൽ എന്തുണ്ട്, ആ രൂപത്തില് നമ്മളത് സ്വീകരിക്കാന്നുള്ളതാണ്. അതുപോലെ തന്നെ ആവശ്യം നേരിട്ട് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ സ്വന്തം റുഖ്യ ചെയ്യാന്നുള്ളതാണ്. അഥവാ അവനവൻ തന്നെ റുഖ്യ ചെയ്യലാണ് ഏറ്റവും അഫ്ളല്. നമ്മൾ രാത്രി ചെയ്യുന്ന പോലെ, രാത്രി കിടക്കുന്നതിന് മോതൊടുത്ത് നമ്മൾ ഓതി കയ്യിൽ ദേഹം തടവ. ഒരു തലവേദന വന്നു, അല്ലെങ്കിൽ ഒരു വയറുവേദന വന്നു, നമുക്ക് എന്ത് ചെയ്യാം? സൂറത്തുൽ റസൂൽ പ്രത്യേകിച്ച് പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹ ശമനത്തിന്റെയാണ്. അതുപോലെ ആയത്തുൽ കുർസി നിങ്ങൾക്ക് പാരായണം ചെയ്യാം. അതുപോലെ മുഅവ്വിദത്തൈൻ, സൂറത്തുൽ ഫലഖ്, നാസ് ഇതൊക്കെ ഓതി നിങ്ങൾക്ക് ദേഹത്ത് തടവാം. അതൊരു ശമനമാണ്, അത് ചെയ്യാം, അതിന് യാതൊരു പ്രശ്നമില്ല. അതിന് എന്ത് അസുഖമാണെങ്കിലും നമുക്കത് ചെയ്യാം. പിന്നെ അതിനുശേഷം ഭൗതികമായ ചികിത്സ നമുക്ക് തേടാന്നുള്ളതാണ്. അപ്പൊ അതിനൊന്നും യാതൊരു തടസ്സമില്ല. അപ്പൊ ഒരാള് അങ്ങനെ സ്വന്തം ചെയ്യലാണ് ഏറ്റവും അഫ്ളല്. എന്നാൽ മറ്റുള്ള ഒരാള് ചെയ്തു കൊടുക്കാന്നുള്ളത് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. ഇനിയിപ്പോ ഒരു മനുഷ്യൻ വീട്ടിൽ തീരെ സുഖമില്ല, അയാൾക്ക് സ്വന്തമായി ഉച്ചരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ വീട്ടുകാർക്ക് തന്നെ ചൊല്ലി കൊടുക്കാം, ഫാത്തിഹ ഓതി ദേഹത്ത് തടവി കൊടുക്കാം. അതൊന്നും ഇസ്ലാം എതിർക്കുന്നില്ല. അതേസമയം അസുഖം വരുമ്പോ നേരെ ജാറത്തിൽ പോകാം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ചിന്നുമ്പുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ചിന്നുമ്പുണ്ട്, അവിടെ ചെന്ന് ചിന്നു ചികിത്സ ഉണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടിച്ചിറക്കുന്ന പരിപാടി ഉണ്ട്. അങ്ങനെ ഒരു ചികിത്സാ കേന്ദ്രത്തിന്റെ പരിപാടി ഇസ്ലാമിലില്ല. അതിന് ഇവർ എത്ര തന്നെ ന്യായീകരണങ്ങൾ നടത്തിയാലും ഒരു തെളിവ് പോലും കൊണ്ടുവരാൻ പറ്റില്ല.
ന്യായീകരിക്കാനാണ് ഇസ്ലാമിന്റെ എത്ര കാര്യങ്ങൾ ന്യായീകരിക്കാം. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യം നമുക്ക് വരണം. ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ഒരു കേന്ദ്രം ഇട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്നൊക്കെ ഒരു പ്രത്യേക റാത്തി ഉണ്ടാവും, അവിടെ ചികിത്സിക്കുന്ന ഒരാളുണ്ടാവും, അയാൾ ഊതി തടവി കഴിഞ്ഞാൽ അസുഖം മാറും. അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാമിലില്ല. ഏർപ്പാട് ഇസ്ലാമിലില്ല എന്നുള്ളത് നമുക്ക് ഹദീസുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ഒരു സഹാബി ഒരിക്കൽ നബിയെ എനിക്കൊന്ന് താങ്കളൊന്ന് റുഖിയ ചെയ്തത്, ഒന്ന് മന്ത്രം പിന്നെ സൂറത്ത് ഊതിന്നു നേരത്തെ ഊതി തന്നെ റസൂല് ചെയ്തു കൊടുത്തു ആവശ്യപ്പെട്ടപ്പോൾ. അപ്പൊ അതിനെന്തില്ല, കുഴപ്പമില്ല, പക്ഷെ അത് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമില്ല. റസൂലുള്ളാഹിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് റുഖിയ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരാളോട് പോയി നമ്മള് എനിക്ക് റുഖിയ ചെയ്തു തരാം, എനിക്ക് മന്ത്രിച്ചു തരണം എന്നുള്ളത് പറയുന്നതാണ്. കാരണം മഹദി അസ്മാ ബിൻത് ഉമൈസ റളിയല്ലാഹു അൻഹ അവര് പറഞ്ഞു, നബിയെ എന്റെ മക്കൾക്ക് കണ്ണേറ് ബാധിച്ചിട്ടുണ്ട്. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് ബാധിക്കുക എന്നുള്ളത് ഹദീസിൽ വന്നതാണ്, സ്വഹീഹാണ്, സ്ഥിരപ്പെട്ട ഹദീസാണ്. ഒരാൾ കണ്ണേറ് ബാധിക്കുക എന്നുള്ളത് അങ്ങനെ ബാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവര് വീണ്ടും ചോദിച്ചു, നബിയെ അതുകൊണ്ട് അഫ അസ്തർതീലഹും, ഞാൻ അവർക്ക് റുഖിയ ചെയ്തു കൊടുത്തോട്ടെ നബിയെ? അവൻ നബി പറഞ്ഞു, ഞാൻ ചെയ്തു കൊടുക്കാം, നിനക്ക് സൂറത്തുകൾ ഓതാം, ആ മക്കളുടെ മേത്തത് ഊതി തടവാം, ഞാൻ പ്രശ്നമില്ല. പക്ഷെ റസൂൽ എന്ത് പറഞ്ഞില്ല, നീ അല്ലാതെ ഓതി ഊതേണ്ടത് ഞാനാണ്, ഞാൻ റസൂലാണ്, മാസൂമാണ്, ഉള്ളിൽ പ്രവാചകൻ അല്ലാതെ റസൂലാണ്, ഞാനാണ് ചോദിക്കുക, അതുകൊണ്ട് ഞാൻ ഓതിയേ ശരിയാവുള്ളൂ എന്ന് റസൂൽ പറഞ്ഞില്ല. എന്ന് മാത്രമല്ല ഈ അസ്മ റസൂലിനോട് പറഞ്ഞില്ല, നബിയെ താങ്കളൊന്ന് മന്ത്രിച്ചോ ഒന്നും പറഞ്ഞില്ല. അപ്പൊ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യം, ഒരാളോട് പോയി എനിക്ക് മന്ത്രിച്ചേരണം എന്നുള്ളത്. മറ്റേത് ചെറുക്കാണ്, അതിൽ യാതൊരു സംശയമില്ല. ഒരു കേന്ദ്രത്തിൽ പോയിട്ട് നമ്മളത് പറയാ മന്ത്രിക്കുക എന്നുള്ളത് അത് ശിർക്കിലേക്ക് ചെന്നെത്തിക്കുന്ന കാര്യമായതുകൊണ്ട് അത് ഇസ്ലാം അങ്ങേയറ്റം വിലക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ വീട്ടില് ഏറ്റവും അതിന് പിന്നെ ഔലയായിട്ടുള്ള യോജിച്ചിട്ടുള്ളത് തരപ്പെട്ടിട്ടുള്ളത്, നമുക്ക് അസുഖങ്ങളൊക്കെ ബാധിച്ച് നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവും വീട്ടിൽ, നമ്മുടെ മക്കൾക്കാണെങ്കിൽ നമ്മളുണ്ടാവും, നമ്മളാണ് അത്തരത്തിലുള്ള സൂറത്തുകളൊക്കെ ഓതി അത് ഊതി കൊടുക്കേണ്ടതെന്നുള്ള തെളിവ് ഈ ഹദീസിന് വളരെ വ്യക്തമാണ്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മറ്റൊരാളോട് പോയി മന്ത്രിക്കാൻ ആവശ്യപ്പെടാനുള്ളത് ഒരിക്കലും എന്നല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അപ്പോ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഇസ്തിർഖാൽ നടത്താത്തവരാണ് ആ 70,000 ആളുകൾ. അഥവാ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു പ്രയാസം, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മന്ത്രിക്കാൻ മറ്റുള്ള ആളുകളോട് അപേക്ഷിക്കാത്തവരാണ് 20,000 ആളുകൾ. അപ്പൊ നമ്മളൊരു രോഗം വന്നു കഴിഞ്ഞാല് എപ്പോഴും നമുക്കൊരു തവക്കുൽ വേണമെന്നുള്ളതാണ്. ഇത് പ്രോത്സാഹിപ്പിക്കാത്തതിന്റെ കാര്യം ഒന്ന് പണ്ഡിതന്മാര് പറയണത്, മരുന്നും ചികിത്സയൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് പിന്നെ ഇതിന്റെ പിറകിൽ മാത്രമേ നടക്കും. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഇസ്ലാം പറയുന്നില്ല. ഈ മരുന്നും മറ്റുള്ള ചികിത്സകളൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് ഈ റുഖിയ എന്ന് പറഞ്ഞ് ഇതിന്റെ പുറകെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രോത്സാഹിപ്പിക്കാത്ത കാര്യം. ഏതെങ്കിലും ഒരു നിർബന്ധിതാവസ്ഥയിൽ അങ്ങനെ ചെയ്തു കൊടുക്കാന്നല്ലാതെ നമുക്കൊരു അസുഖം ബാധിച്ച് എപ്പോഴും നമ്മൾ റുഖിയ മന്ത്രം ചെയ്യാന്നുള്ള സ്വന്തം നമ്മൾ ചെയ്യാം. നമുക്കതിന് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ ക്ഷമിക്കാന്നുള്ള, അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാം, നമ്മൾ തവക്കുലാകാം. തവക്കുലിന് വലിയ ഒരു പിന്നെ വിടവുണ്ടാക്കുന്ന, ഒരു ഹലലുണ്ടാക്കുന്ന കാര്യമാണ് മറ്റുള്ള ഒരാളോട് ഒരു കാര്യം ചോദിക്കാന്നുള്ളത്. അതിന് വലിയൊരു തെളിവാണ് ഒരിക്കൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയണേ, ഒരു പെണ്ണ്, ആ പെണ്ണ് നബിയുടെ അടുക്കൽ വന്നു. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു പെണ്ണിനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പെണ്ണിലേക്ക് നോക്കിക്കോ. സൗദ എന്നാണ് ആ പെണ്ണിനെ വിളിച്ചത്. സൗദ എന്ന് പറഞ്ഞാൽ പേരല്ല, ഒരു കറുത്ത പെണ്ണായിരുന്നു വന്നത് അവിടെ. അപ്പോ ആ പെണ്ണവിടെ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ ഇന്നി ഉസ്റാഉ വഇന്നി അതകശഫു, നബിയെ എനിക്ക് അപസ്മാരമുണ്ട്. അപസ്മാരം വന്നു കഴിയുമ്പോൾ ഞാൻ നിലത്ത് വീണ് പിന്നെ എന്റെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ഒഴിവാകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് നബിയെ. അതുകൊണ്ട് ഫദുല്ലാഹി നബിയെ താങ്കൾ എനിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ശിഅ്തി സ്വബർതി വലകിൽ ജന്ന, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗ്ഗമുണ്ട്. വഇൻ ശിഅ്തി തഅല്ലാഹ്, നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സ്വർഗ്ഗം കിട്ടുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല. അപ്പൊ ക്ഷമിക്കുകയാണെങ്കിൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാല് ക്ഷമ, തവക്കുൽ, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നിട്ട് അവരെന്താ ചെയ്തത്, നബിയോട് വീണ്ടും നബിയെ ശരി എനിക്ക് അസുഖം മാറണ്ട, ആ നഗ്നത വെളിവാവണതൊന്ന് നബിയെ അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പൊ
വലിയൊരു പാഠമാണ് നമുക്കിതിലുള്ളത്. ഒരു അസുഖം വന്നു കഴിഞ്ഞാല് വേഗം പോയിട്ട് നമ്മൾ ആളുകളൊക്കെ പറഞ്ഞ് ആകെ ബേജാറാക്കലല്ല. എപ്പോഴും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാതെ നമ്മളവിടെ ചെയ്യാം, നമ്മൾ ക്ഷമിക്കാം, നമ്മൾ അവിടെ തവക്കുലാക്കാം, ഭൗതികമായ എന്തെങ്കിലും മരുന്നുകളൊക്കെ അതിന് ചികിത്സ ചെയ്ത് നമ്മൾ സ്വീകരിക്കാന്നുള്ളത്. ഇതാണ് ശരിക്കും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു രീതി. ഈ പറഞ്ഞ 70,000 ആളുകളിൽ ഉൾപ്പെടാനുള്ള ഒന്നാമത്തെ ഒരു ക്വാളിറ്റിയാണ് മറ്റൊരാളോട് നമ്മൾ മന്ത്രിക്കാൻ ആവശ്യപ്പെടാതിരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 70,000 ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് തൗഫീഖ്